തങ്ങളുടെ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് എന്റെ നാട്. ശ്രോതാക്കൾ തങ്ങളുടെ ഗ്രാമങ്ങളെക്കുറിച്ച് എഴുതി അയക്കുന്ന കുറിപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് എന്റെ നാട് അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം. എന്റെ നാട് ആരംഭിക്കുകയായി. പ്രിയമുള്ള ശ്രോതാക്കളുടെ ഗ്രാമ കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് നാട്ടിലൂടെ. പ്രവാസി എപ്പോഴും ഗ്രഹാതുരത ഉള്ളവനാണ്. സ്വന്തം ഗ്രാമത്തെക്കുറിച്ച്, സ്വന്തം ഗ്രാമത്തിലെ ഊടുവഴികളെക്കുറിച്ച്, നാട്ടുവഴികളെക്കുറിച്ച്, നടുമുറ്റങ്ങളെക്കുറിച്ച്, പുഴയോരങ്ങളെക്കുറിച്ച്, പാടുന്ന കിളികളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവനാണ് പ്രവാസി. എന്റെ ഗ്രാമം, എന്റെ നാട് എനിക്ക് അഭിമാനമാണ്. ഇത് ഓരോ പ്രവാസിയുടെയും മനസ്സിൽ ഉണരുന്ന വികാരമാണ്. ഈ വികാരത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും ലിഖിതങ്ങളാക്കിയത്, ഏഷ്യനെറ്റ് റേഡിയോയിലേക്ക് അയച്ചു തന്നത്. ആ ഗ്രാമങ്ങൾ വിശുദ്ധിയാണ് ഇവിടെ എന്റെ നാട് എന്ന പരിപാടിയിലൂടെ പുനർജനിക്കുന്നത്. നിങ്ങളേവരെയും ഗ്രാമവിശേഷങ്ങൾ കേൾക്കുവാൻ സ്വാഗതം ചെയ്യുന്നത് ഞാൻ രാജീവ് കോടമ്പള്ളി. ഇന്ന് ബിനുലാൽ സിംഗപുരം എഴുതി അയച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയുന്നത്. ബിനുലാലിന്റെ ഗ്രാമം തീർച്ചയായും ബിനുലാലിന്റെ മാത്രം ഗ്രാമമല്ല. ഈ ഗ്രാമത്തിന്റെ സന്തതികളായിട്ടുള്ള ധാരാളം പേർ ഈ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഓർമ്മകളിലൂടെ ഊളിയിടാനുള്ള അവസരം കൂടിയാണ് ഇന്നത്തെ എന്റെ നാട്. കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കും കൊയിലാണ്ടിക്കും ഇടയ്ക്കുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എന്റെ ഗ്രാമം. പയ്യോളി എക്സ്പ്രസ് ടി ഉഷയുടെ പയ്യോളിക്കടുത്താണ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം. നാടകാചാര്യൻ തിക്കോടിയനും ഞങ്ങളുടെ സമീപവാസിയായിരുന്നു. സിംഗപുരം, ഇതാണ് ഞങ്ങളുടെ ഗ്രാമം. ഈ മണ്ണിനടിയിലുള്ള ചെടികളുടെ വേരുകളൊക്കെ തിന്നു നശിപ്പിക്കുന്ന വെളുത്ത ഒരു പുഴുവുണ്ട്, ചിങ്ങൻപുഴു. ചിങ്ങംപുഴു എന്നാണ് ഇവിടുത്തുകാരായ ഞങ്ങൾ ഈ പുഴുവിനെ വിളിക്കുക. ഒരു കാലത്ത് ഇത് ഇവിടെ ധാരാളം ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് സിംഗപുരം എന്ന പേര് വരാൻ കാരണം. ഇതെന്റെ പേഴ്സണലായി കണ്ടുപിടുത്തമാണ് കേട്ടോ. സിംഗപുരത്തിന്റെ കിഴക്ക് ഭാഗം ചാക്കര, പുറക്കാട്, തെങ്ങുകളും വയലുകളും പുഴകളും വെറ്റിലക്കുടികളും നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇവ. പിന്നെ പറങ്കിമാവുകൾ നിറഞ്ഞ പ്രദേശം, ചുവന്ന കുന്നിൻ പ്രദേശം. അതുപോലെ തന്നെ പറങ്കിമാവുകൾ നിറഞ്ഞ വലിയൊരു കുന്നുണ്ട് ഇവിടെ. പ്രഭുവിന്റെ കുന്ന് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നിവിടെ സത്യസായി ബാബ വിദ്യാപീഠം സ്ഥിതി ചെയ്യും. റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ഓവർ ബ്രിഡ്ജ്, ഇത് പണി പൂർണ്ണമായിട്ടില്ലെങ്കിലും ഇവിടെയാണിത് വന്നിരിക്കുന്നത്. പിന്നെ ദാറുസലാം അറബിക് കോളേജ്, നന്ദി കടലൂർ ലൈറ്റ് ഹൗസ്, പയ്യോളി ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിവസം ഇവിടെ വരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നേർച്ചയായിരുന്നു. പിന്നെ പ്രകൃതി രമണീയമായ അങ്ങാടി കടപ്പുറം, കടലിന്റെ മധ്യത്തിലുള്ള വെള്ളിയാങ്കല്ല്, ഇവിടെ നിന്ന് വളരെ അടുത്താണ്. രാത്രി കാലങ്ങളിൽ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് കടലിൽ ഇങ്ങനൊരു പാറ ഇവിടെ ഇരിപ്പുണ്ട് എന്ന മുന്നറിയിപ്പിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലൈറ്റ് ഹൗസ്. കുട്ടിക്കാലത്ത് കടൽക്കരയിൽ നിന്ന് ഈ പാറയെ നോക്കുമ്പോൾ സൂര്യപ്രകാശത്തിൽ നമുക്ക് ശരിക്കും ഒരു വെള്ളി മല പോലെയാണ് ഇത് തോന്നുന്നത്. ഇവിടെ പ്രായമുള്ളവരുടെ വക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മത്സ്യകന്യകമാരൊക്കെ